ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട്, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഒരു ആഫ്റ്റർനൂൺ വ്ലോഗാണ് കേട്ടോ. അപ്പോൾ പണികളെല്ലാം ഒരുക്കിയതിന് ശേഷം എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണത്തിന് പോകുന്നതും അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെയാണ് ഈ കാണിക്കുന്നത്. ഇതെൻ്റെ ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇതിട്ടാൽ എനിക്ക് വേറെ തന്നെ ഒരു കോൺഫിഡൻസ് ആണ്. എനിക്ക് വളരെയധികം ഇഷ്ടമാണ് ഈ ഒരു കളറും. അങ്ങനെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. ബൈ ദ ബൈ, നമ്മൾ ബസ്സിലാണ് പോകുന്നത്. ഈ കല്യാണം എന്ന് പറയുന്നത് എൻ്റെ ഉമ്മാൻ്റെ വീടിൻ്റെ നേരെ ഫ്രണ്ടിലാണ്. അവർ നമ്മളെ റിലേറ്റീവുമാണ്, അതുപോലെ തന്നെ നമ്മുടെ നെയ്ബറും കൂടിയാണ്. അങ്ങനെ കീച്ചേരിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാനും എൻ്റെ മോനും മാത്രമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബസ്സിൽ ഓരോ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അധികം വലിച്ചു നീട്ടാതെ തന്നെ നമ്മുടെ ചടങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് കല്യാണ വീട് കേട്ടോ, നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ നമ്മുടെ ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെ പേര് ഇതാ, റിയ ആൻഡ് ജസീർ. അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ വെൽക്കം ഡ്രിങ്കാണ് കഴിച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഉള്ളിലേക്ക് കയറി ബ്രൈഡിനെ സെർച്ച് ചെയ്യുകയായിരുന്നു. അങ്ങനെ ബ്രൈഡ് അപ്സ്റ്റേഴ്സിലാണ് ഉള്ളതെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ നേരെ അപ്സ്റ്റേഴ്സിലേക്ക് വന്നു. എനിക്ക് ഇവരെ വീട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൽ സെക്കൻഡ് ഫ്ലോർ വരെ ഉണ്ടാകുന്ന കണ്ടാൽ പറയൂ ഇല്ല അല്ലേ. എന്നാൽ ഇതിൻ്റെ ഒരു ഡിസൈനിങ് എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ TV സ്റ്റേഷനൊക്കെയുള്ള ഒരു ഏരിയ ആണത്. ഇങ്ങനെയാണ് ആ ഒരു ഡിസൈനിങ് കൊടുത്തിട്ടുള്ളത്. അതാണ് ഫസ്റ്റ് ഫ്ലോർ കേട്ടോ. അപ്പോൾ അവിടെയാണ് TVയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇത് സെക്കൻഡ് ഫ്ലോറാണ്. ഈ സെക്കൻഡ് ഫ്ലോറിലാണ് ബ്രൈഡിൻ്റെ റൂം വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ബ്രൈഡിൻ്റെ റൂം എന്ന് പറയുന്നത്. വളരെ കാമായിട്ടുള്ള നല്ല ന്യൂഡ് ഷെയ്ഡിൽ കൊടുത്ത കേർട്ടൻസും പെയിൻറ്റിങ്ങും ആ ഒരു ഫ്രെയിമിങ്ങും ഒക്കെ ഏകദേശം നമ്മളൊക്കെ റൂമിൽ ചെയ്തതുപോലെ തന്നെ ആ ഒരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സിമ്പിളായിട്ടുള്ള ബെഡ്റൂമാണ്. അടിപൊളി കളർ തീമാണ്. ഓവറോൾ സൂപ്പർ. പിന്നെ മിറർ എപ്പോഴും ഇങ്ങനത്തെ ടൈപ്പ് ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു സജഷൻ. നമ്മളൊരു ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ഫുൾ സൈസ് കാണും, നല്ല അടിപൊളിയാണല്ലോ. ബൈ ദ ബൈ, ഇതാണ് നമ്മുടെ ബ്രൈഡ്. ആളെ ഫേസൊന്നും കാണിക്കുന്നില്ല, അത് അവരുടെ പ്രൈവസി ആയതുകൊണ്ട് നമ്മൾ അത് കാണിക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ നമ്മുടെ മെയിൻ സ്പോട്ടായ ഫുഡ് സ്പോട്ടാണിത്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നല്ല തിക്കും തിരക്കായതുകൊണ്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എനിവേ, പാട്ടും മേളവും ഒക്കെ ആയിട്ട് ബോറടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ബിരിയാണി അൽസ റെഡി ആയിട്ടുണ്ട്. പിന്നെ നല്ല മുരിഞ്ഞ ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ്റെ. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം എൻ്റെ അമ്മോ ഒന്നും പറയാനില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അൽസ തന്നെ ഇത്ര ടേസ്റ്റിൽ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. സത്യത്തിൽ ഇത് അടിപൊളി വെറൈറ്റി ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിൽ. ബിരിയാണി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. സാധാരണഗതിയിൽ ചിക്കൻ ബിരിയാണി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല. പക്ഷേ ഇവിടുത്തെ ബിരിയാണി എന്താ പറയുക, കഴിച്ചിട്ടും മതിയാവാത്ത രീതിയിലായിരുന്നു. സൂപ്പർ ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഉള്ളത് പറയാതെ. അപ്പോൾ അതേപോലെ തന്നെ ചിക്കൻ ഫ്രൈയും നല്ല ക്രിസ്പി ആയിരുന്നു, ഉള്ള നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നല്ല പാട്ടും കേട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായത്. പിന്നെ ടീൻ്റെ കേസിൽ ഞാൻ ഗ്രീൻ ടീ ആണ് കഴിച്ചിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്കാണ് വന്നത്. തിരിച്ച് വീട്ടിലേക്ക് എൻ്റെ ബ്രദറായിരുന്നു ഡ്രോപ്പ് ചെയ്തത്. അങ്ങനെ വീട്ടിൽ വന്ന് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു പച്ചമാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാനതിന് വെട്ടി നുറുക്കി അതിലേക്ക് ഉപ്പും മുളക് പൊടിയും ഒക്കെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുട്ടികളോടൊപ്പം കഴിക്കാമെന്ന് വിചാരിച്ചു. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രഹസനം തന്നെ കാണാം. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു സാധനം മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് അടിപിടി കൂടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. കഴിക്കുന്നതിനേയും കാട്ടി രസം നമുക്ക് ആ ഒരു കാര്യത്തിനോടായിരിക്കും. എല്ലാവരും അടികൂടി തിന്നുന്നത് എന്തൊരു രസമായിരുന്നു അല്ലേ മുന്നത്തെ കാലം. ബട്ട് പണ്ടത്തെ നെസ്റ്റോൾജിയൊക്കെ ഇപ്പോഴും റീയൂണൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോരുത്തരും ഗെറ്റ് ടുഗെദറൊക്കെ ആക്കിയിട്ട് ഇതുപോലുള്ള കച്ചും സംഭവങ്ങളൊക്കെ ആക്കുന്നുണ്ടല്ലോ. നല്ലൊരു രസമാണ് എന്തായാലും ആ ഒരു പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ എലോൺ ആയിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സംഗതി നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ മേലോ അപ്പുറത്തിരുന്നിട്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കണേ എന്നുള്ള രീതിക്ക് ഇവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തേത്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ഫ്രം ഷെയർഡ് സ്റ്റോക്ക്.